ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അഭിമാനശീലരായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചെറുപ്പ വലുപ്പം നോക്കാതെ എല്ലാവരോടും വളരെയധികം ആത്മാർത്ഥമായിട്ട് പെരുമാറുന്നവരും പ്രത്യേകിച്ച് സ്നേഹബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരുമാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എത്ര തന്നെ കാഠിന്യമുള്ളതായിട്ടുള്ള ജോലിയാണെങ്കിലും ആത്മാർത്ഥതയോടു കൂടിയിട്ട് സഹനശക്തിയോടു കൂടിയിട്ട് ചെയ്യുന്ന ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ 7ര ശനിയിൽ ജന്മശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സർവേശ്വരകാരകനായ വ്യാഴം ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സുഖസ്ഥാനത്തും പിന്നീട് ഈ വ്യാഴം 5ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ട് പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയിലാണെങ്കിൽ 7ര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും സുഖസ്ഥാനാധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഒക്ടോബർ മാസം 24-ാം തീയതി വരെ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമാധിപനായിരിക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും പിന്നീട് 5ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിച്ചുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഒക്ടോബർ മാസം 24-ാം തീയതി വരെ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ആത്മബന്ധത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം. അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.